ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കർഷകരെ സംരക്ഷിക്കുന്ന ഭരണം വേണമെന്ന തിരിച്ചറിവ് കർഷകർക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ നടന്ന കർഷകരുടെ കൂട്ടധർണ. തങ്ങൾ വോട്ട് ബാങ്ക് മാത്രമല്ലെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരും നേടിത്തരുന്നവരുമായിരിക്കണം തങ്ങളെ ഭരിക്കേണ്ടതെന്നുമുള്ള ആഹ്വാനം കർഷകർ ദൃഢമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. ബാർ കോഴ വിവാദത്തിൽ ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പറയാനുള്ളത് ബാർ ഉടമകൾ പറയട്ടെയെന്നും ഉമ്മൻചാണ്ടി. കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാവണമെന്ന് ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചിനാനിയൽ. കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ കർഷകരുടെ കൂട്ടധർണ. ശ്രേഷ്ഠ ഭാഷാ വാരാചരണത്തിന് സമാപനം. സാഹിത്യരംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ബാർ കോഴ വിവാദത്തിൽ ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പറയാനുള്ളത് ബാർ ഉടമകൾ പറയട്ടെ. ബിജു ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഗവൺമെന്റ് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എടുത്തൊരു തീരുമാനത്തിന്റെ പേരിൽ നഷ്ടങ്ങൾ വന്നിട്ടുള്ളവരാണ്. അവർക്ക് നഷ്ടം വരണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിച്ചില്ല. അവര് നഷ്ടം വരുന്നത് ഞങ്ങൾ സന്തോഷിക്കുന്നവരുമല്ല. തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ പ്രയാസമുണ്ട്. അതുകൊണ്ട് അവരെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഇതുപോലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞ് ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു തീരുമാനത്തെ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാവണമെന്ന് ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചിനാനിയൽ. കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ കർഷകരുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. കാർഷിക മേഖലയോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയിലും റബ്ബർ വിലയിടിവിലും പ്രതിഷേധിച്ച് കർഷകരുടെ ധർണ സംഘടിപ്പിച്ചു. കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിലാണ് റബ്ബറിന് ന്യായമായ വില ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുക, കാർഷിക വിളകളുടെ നഷ്ടപരിഹാര തുക വെട്ടിക്കുറച്ചത് പിൻവലിക്കുക, കാർഷിക വിളകളുടെ നഷ്ടപരിഹാര തുക കാലോചിതമായി ഉയർത്തുക, വന്യമൃഗശല്യം തടയാൻ സത്വര നടപടികൾ സ്വീകരിക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ നടപടി സ്വീകരിക്കുക, പുതുതായി അടിച്ചേൽപ്പിച്ച അധിക നികുതികൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ധർണ നടത്തിയത്. ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചിനാനിയൽ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കർഷകർ സംഘടിതരല്ലെന്ന് സർക്കാരിനും ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. അതിന് ആദ്യം വേണ്ടത് കർഷകരുടെ കൂട്ടായ്മയാണെന്ന് ബിഷപ്പ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കർഷകർ സംഘടിതരല്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഗവൺമെന്റിന് അറിയാം. ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥ ലോബികൾക്കും അറിയാം കർഷകർ സംഘടിതരല്ല. വോട്ട് ചെയ്യാൻ വരുമ്പോൾ നാളെ അവർ വോട്ട് ചെയ്യും. ഇതെല്ലാം മറന്നുപോകും. എന്നാൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമുക്കതിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കർഷകരുടെ കൂട്ടായ്മയാണ്. ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളി അധ്യക്ഷം വഹിച്ചു. ബേബി പെരുമാലിൽ, ഫാദർ ഡോക്ടർ ആന്റണി കൊഴുവിനാൽ, PC സിറേഖ് IAS, ഫാദർ എബ്രഹാം കാവിൽ പുരടേത്തിൽ, മോൺ മാത്യു മാവേലി, അഹമ്മദ് കുട്ടി മുൻഷി, മേരി ജോസഫ് കരിയാങ്കൽ, സണ്ണി കൊടുകാപ്പള്ളി, ആന്റണി കളത്തുപറമ്പിൽ, ജോയ്ക്കുട്ടി ലൂക്കോസ്, തോമസ് പുലിക്കോട്ടിൽ, എൽസമ്മ ജോർജ്, KP തോമസ് എന്നിവർ സംസാരിച്ചു. ശ്രേഷ്ഠ ഭാഷ ഭരണഭാഷാ വാരാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച പരിപാടികൾക്ക് സമാപനം. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സമാപന ചടങ്ങിൽ മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരെ ആദരിച്ചു. ജില്ലാ കളക്ടർ CA ലത ഉപഹാരം സമർപ്പിച്ചു. മലയാളത്തിന്റെ കാലിക പ്രസക്തിയെ നിലനിർത്തുന്നതിനും ഭാഷാ സംസ്കാരം തലമുറകളിലേക്ക് പകർന്നു നൽകാനും സാധിക്കണമെന്ന് ജില്ലാ കളക്ടർ CA ലത പറഞ്ഞു. ശ്രേഷ്ഠ ഭാഷാ ഭരണഭാഷാ വാരാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സാഹിത്യ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിലാണ് കളക്ടർ മലയാളത്തിന്റെ പ്രസക്തി വ്യക്തമാക്കിയത്. സുഭാഷ് ചന്ദ്രൻ, MN പാലൂർ,
ഡോക്ടർ ഖദീജ മുന്തസ് എന്നിവരെ കളക്ടർ മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ ലോ ഓഫീസർ CA ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഖാദർ പാലാഴി, U രാമചന്ദ്രൻ, ഫിനാൻസ് ഓഫീസർ ജസി ഹരൻ, ഡെപ്യൂട്ടി കളക്ടർ ഹിമ, ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കാതലായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ച മുഖ്യമന്ത്രിയായിരുന്നു R. ശങ്കറെന്ന് SNDP യോഗം സെക്രട്ടറി C. സുധീഷ്. ശങ്കറിന്റെ 42ാം അനുസ്മരണ ദിനത്തിൽ അത്താണിക്കൽ ഗുരുവരാശ്രമത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മുൻ മന്ത്രി R. ശങ്കറിന്റെ 42ാം അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. അത്താണിക്കൽ ഗുരുവരാശ്രമം പരിസരത്ത് നടന്ന പരിപാടി SNDP യൂണിയൻ പ്രസിഡന്റ് T. ഷനൂപ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി C. സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള രാഷ്ട്രീയത്തിൽ തന്റെ വ്യക്തി പ്രഭാവം നിലനിർത്തിയ അതുല്യനായ നേതാവായിരുന്നു. അദ്ദേഹമാണ് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ച് പിന്നോക്ക അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കേരള മഹാസംഘം ആരംഭിച്ചത്. A. മുരളീധരൻ, P. ബാലരാമൻ, P. K. ഭരതൻ, V. J. വിനോദ്, V. സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന കാര്യത്തിൽ ഈ സർക്കാർ മാനുഷിക പരിഗണന പോലും നൽകുന്നില്ലെന്ന് A. പ്രദീപ് കുമാർ MLA. പഞ്ചായത്ത് ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ 1991 മുതൽ കഴിഞ്ഞ 24 വർഷ കാലയളവിൽ ജോലി ചെയ്തു വരുന്നവർ ഉൾപ്പെടെയുള്ള ദിവസവേതനക്കാരായ ഡ്രൈവർമാരെ പിരിച്ചുവിട്ട് പകരം സംവിധാനമുണ്ടാക്കാൻ സർക്കാർ നീക്കം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 24 വർഷക്കാലം ദിവസവേതനമല്ലാതെ മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഭാവിയിൽ ജോലി സ്ഥിരത ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്രയും കാലം ഇവർ ജോലിയിൽ തുടർന്നിരുന്നത്. മാതൃകാപരമായ സേവനം നടത്തിവരുന്ന ഡ്രൈവർമാരെ യാതൊരു മാനുഷിക പരിഗണനയും നൽകാതെ പിരിച്ചുവിടുന്ന നടപടിക്കെതിരെയായിരുന്നു പഞ്ചായത്ത് ഡ്രൈവേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കലക്ടറേറ്റിന് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. A. പ്രദീപ് കുമാർ MLA ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനെ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ കഴിയുന്ന കാര്യമാണ് ഡ്രൈവർമാരുടെ പ്രശ്നം. ഇത് ഇവർ അവഗണിക്കുകയാണ്. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് മാറി മാറി വന്ന സർക്കാരുകൾ തുടരുമ്പോൾ ഈ സർക്കാർ മാനുഷികമായ ഒരു പരിഗണനയും ഡ്രൈവർമാർക്ക് നൽകുന്നില്ലെന്നും A. പ്രദീപ് കുമാർ MLA പറഞ്ഞു. ഗവൺമെന്റിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, കോർപ്പറേഷനുകൾ, അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇവിടെയെല്ലാം ഇതേപോലെ ദിവസവേതനാടിസ്ഥാനത്തിൽ വർഷങ്ങൾ ജോലി ചെയ്ത ആളുകളെ പിന്നീട് PSC റിക്രൂട്ട്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് അവരെ ജീവിതം പെരുവഴിയിലാക്കുന്നത് ശരിയല്ല, അവരെ കൂട്ടത്തോട് ഒഴിവാക്കുന്നത് ശരിയല്ല, അത് അവരുടെ ജീവിതം എന്നേക്കുമായിട്ട് നിഷേധിക്കലാണെന്ന കാഴ്ചപ്പാടോടെ മനുഷ്യത്വപരമായ സമീപനത്തോടുകൂടെ അവരെ സ്ഥിരപ്പെടുത്തുന്ന നിലപാട് ഇതിനു മുമ്പ് ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുണ്ട്. അതെല്ലാ ഗവൺമെന്റുകളും ചെയ്തിട്ടുണ്ട്. മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതേ പരിഗണന അനുഭാവപൂർവ്വം നൽകിയിട്ടുണ്ട് വിവിധ വിഭാഗങ്ങൾക്ക്. C. രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. O. ബാബു, V. K. പ്രകാശൻ, സത്യപാലൻ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെ പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു.
കൊയിലാണ്ടി രക്തദാന നഗരസഭയാവുന്നു. സംസ്ഥാനത്ത് ആദ്യമായി നഗരസഭയിലെ മുഴുവൻ യുവജനങ്ങളുടെയും സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പിന് കൊയിലാണ്ടിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കെ ദാസൻ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്താദ്യമായി കൊയിലാണ്ടി നഗരസഭയിലെ മുഴുവൻ യുവജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊയിലാണ്ടിയിൽ സന്നദ്ധ രക്തദാന ക്യാമ്പിന് തുടക്കമായി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി കെ ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയ്യുന്ന ജോലിക്ക് ഒരു സംരക്ഷണം കൊടുക്കാത്ത കരാർ ജോലിയും പുറം കരാർ ജോലിയുമെല്ലാം വ്യാപകമാക്കുന്ന ഒരു കാഴ്ചപ്പാടിന്ന് രാജ്യത്ത് വളർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് കരാർ തൊഴിലാളികൾ എന്ന് പറയുന്ന എണ്ണം കൂടുതലാണ്. പീസ് വർക്കാണ് എല്ലാവർക്കും. ഒരു ഈർച്ചമില്ലിൽ ജോലി ചെയ്യുകയാണെങ്കിൽ പീസ് വർക്കാണ്. ഒരു തുണിഷാപ്പിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. നാമമാത്രമായ കൂലി വേതനമാണ് അവർക്ക് ലഭിക്കുന്നത്. അത് യുവതിയുവാക്കന്മാർ തന്നെയാണ്. നഗരസഭാ പരിധിയിലുള്ളവർക്ക് രക്തം ആവശ്യമായി വരുന്നവർക്ക് യഥാസമയം രക്തം എത്തിക്കാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ ജില്ലയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നഗരസഭയിലെ 44 വാർഡുകളിലായി സംഘടിപ്പിക്കുന്ന 70ഓളം ക്യാമ്പുകളിൽ നിന്നും 5000 പേർ രക്തദാനം നടത്തും. കൂടാതെ മുഴുവൻ വാർഡുകളിലും ഹെൽപ്പ് സെന്ററുകളും ആരംഭിക്കും. ഹെൽപ്പ് ഡെസ്ക് വഴി രക്തം ആവശ്യമായി വരുന്നവർക്ക് രക്തം എത്തിച്ചു നൽകും. കൊയിലാണ്ടിയെ രക്തദാന നഗരസഭയാക്കി മാറ്റുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശാന്ത ടീച്ചർ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് VP ശശിധരൻ, നഗരസഭാ വൈസ് ചെയർമാൻ PK ചന്ദ്രൻ, KM നജീബ്, രജീഷ് മംഗലത്ത് കണ്ടി, അനൂപ് ദാസ്, PK രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. വീട്ടുമുറ്റത്തെ സോയാബീൻ കൃഷിയിൽ 100 മേനി. ബേപ്പൂർ ഇരട്ടിച്ചിറ മൊക്കത്ത് രാജന്റെ വീട്ടുമുറ്റത്താണ് സോയാബീൻ നിറഞ്ഞ് കായ്ച്ചിരിക്കുന്നത്. അത്ഭുതവിള എന്നറിയപ്പെടുന്ന സോയാബീൻ കൃഷിക്ക് നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരം നേടാത്ത സാഹചര്യത്തിലാണ് രാജൻ സോയാബീൻ കൃഷിയിൽ 100 മേനി വിളയിച്ചത്. വീട്ടുമുറ്റത്തെ സോയാബീൻ കൃഷിയിൽ 100 മേനി വിളയിച്ചിരിക്കുകയാണ് ബേപ്പൂർ ഇരട്ടിച്ചിറ മൊക്കത്ത് രാജൻ. ഇവരുടെ മുറ്റം നിറയെ സോയാബീൻ കായ്ച്ചു നിറഞ്ഞിരിക്കുകയാണ്. നടുവട്ടം ശിവപുരി റെസിഡൻസ് അസോസിയേഷൻ മാഹി CDA ഗോഡൌൺ പരിസരത്ത് നടത്തുന്ന ആഴ്ചച്ചന്തയിൽ നിന്നും വിത്ത് വാങ്ങിയായിരുന്നു സോയാബീൻ നട്ടത്. വള്ളികൾ പടർന്നു പന്തലിക്കാൻ വീട്ടിനു മുൻപിൽ വല വിരിച്ച് പന്തലൊരുക്കി. ഇതിനകം 50 കിലോയിലധികം വിളവെടുത്തു കഴിഞ്ഞു. മൂപ്പെത്താത്ത കായ്കൾ ഉപ്പേരിക്കും കറിവയ്ക്കാനുമെല്ലാം ഉപയോഗിക്കും. മൂപ്പത്തിയവ പറിച്ചെടുത്ത് ഉണക്കിപ്പൊടിച്ച് സൂക്ഷിക്കുകയാണ് പതിവ്. വാങ്ങി വിത്തിട്ട് മുളച്ച് വള്ളി നല്ലോണം വരുന്നുണ്ടപ്പോ വലെല്ലാം വെച്ച് കെട്ടി കൊടുത്തു. വലെല്ലാം കെട്ടി വലമേലും ഇങ്ങനെ പടർന്ന് വന്നപ്പോ അത് കൊടുത്ത ബാക്കിയാണ്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഉപ്പേരി വെക്കാൻ കൊടുത്ത് വരയ്ക്കാനും കൊടുത്ത് എല്ലാവരും നല്ലതെന്ന് തന്നെ പറയണത്. നല്ല അഭിപ്രായമാണ്. കുട്ടികളെല്ലാം പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട്. കുടുംബങ്ങൾക്കും എല്ലാം കൊടുത്തയച്ചു. 42% മാംസ്യാംശം അടങ്ങിയിട്ടുള്ള അത്ഭുതവിള എന്നറിയപ്പെടുന്ന സോയാബീൻ കൃഷിക്ക് നമ്മുടെ നാട്ടിൽ അത്രയേറെ പ്രചാരം ലഭിച്ചിട്ടില്ല. പയറുവർഗ വിളകളിൽ ഒന്നാണിത്. മണ്ണിലെ നൈട്രജന്റെ അളവ് കൂട്ടാൻ ഈ പയറുവർഗ വിളകൾക്ക് കഴിയും. കേരളത്തിൽ സോയാബീൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പാലക്കാട്ടാണ്. ലോകത്തിൽ വൻതോതിൽ കൃഷി നടക്കുന്നത് അർജന്റീനയിലെ പാമ്പ മേഖലയിലുമാണ്. ദേശീയ ഗെയിംസിനായി സ്റ്റേഡിയങ്ങൾ സജ്ജമാക്കുമെന്ന് വിദഗ്ധ സമിതി. വോളിബോൾ നടക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഒരുക്കത്തിലും സമിതിക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. ദേശീയ ഗെയിംസ് സാങ്കേതിക സമിതി ചെയർമാൻ K മുരുകൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി രാകേഷ് ഗുപ്ത എന്നിവർ പരിശോധനയ്ക്ക് കോഴിക്കോട്ടെത്തിയിരുന്നു. ദേശീയ ഗെയിംസിനായി കോർപ്പറേഷൻ സ്റ്റേഡിയവും ഇൻഡോർ സ്റ്റേഡിയവും സജ്ജമെന്ന് പരിശോധനയ്ക്കെത്തിയ വിദഗ്ധ സമിതി അറിയിച്ചു. വോളിബോൾ നടക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഒരുക്കത്തിൽ സമിതിക്ക് പൂർണ്ണ തൃപ്തിയാണ്. ഫുട്ബോളിനുള്ള കോർപ്പറേഷൻ സ്റ്റേഡിയം ഡിസംബർ 15-നുള്ളിൽ എല്ലാ പണിയും തീർക്കുമെന്നാണ് പ്രതീക്ഷ. ഫ്ലഡ് ലൈറ്റ് തെളിയിക്കാനും നടപടി സ്വീകരിക്കും. ദേശീയ ഗെയിംസ് സാങ്കേതിക സമിതി ചെയർമാൻ K മുരുകൻ, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി രാകേഷ് ഗുപ്ത എന്നിവരാണ് പരിശോധനയ്ക്കായി എത്തിയത്. ഇവർക്കൊപ്പം കേരളത്തിലെ ഗെയിംസ് സെക്രട്ടേറിയറ്റ് ഉന്നത സംഘവും ഉണ്ടായിരുന്നു. ബുധനാഴ്ച കോർപ്പറേഷൻ സ്റ്റേഡിയവും ഇൻഡോർ സ്റ്റേഡിയവും സമിതി സന്ദർശിച്ചിരുന്നു. തുടർന്ന് അവലോകന യോഗവും ചേർന്നു. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് MM അബ്ദുറഹ്മാൻ, സെക്രട്ടറി PA ഹംസ, വൈസ് പ്രസിഡന്റ് S രാജീവ്, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. 35ാമത് ദേശീയ ഗെയിംസിന് കേരളം ആതിഥേയത്തെ മരുളുമ്പോൾ 3 ഇനങ്ങളാണ് കോഴിക്കോട്ട് നടക്കുന്നത്. പുരുഷന്മാരുടെ ഫുട്ബോൾ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലും മെഡിക്കൽ കോളേജ് ഗ്രൌണ്ടിലും നടക്കും. പുരുഷ വനിതാ വോളിബോൾ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ബീച്ച് വോളിബോൾ കോഴിക്കോട് കടപ്പുറത്തും. ഫുട്ബോൾ പരിശീലനത്തിന് സാമൂതിരി സ്കൂൾ മൈതാനവും ക്രിസ്ത്യൻ കോളേജ് മൈതാനവും ഒരുക്കും. ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറത്ത് 2 വോളിബോൾ കോർട്ടും പരിശീലനത്തിനായി നിർമ്മിക്കും. കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ലോഗോ പ്രകാശനം ചെയ്തു. മേയർ AK പ്രേമജം പ്രകാശന കർമ്മം നിർവഹിച്ചു.
ശതാബ്ദി ആഘോഷിക്കുന്ന കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ലോഗോ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ AK പ്രേമജം പ്രകാശനം ചെയ്തു. അങ്ങനെ ചരിത്രത്തിന്റെ നഗരമെന്നും സത്യത്തിന്റെ നഗരമെന്നും ചരിത്രകാലം രേഖപ്പെടുത്തിയ നഗരത്തിന്റെ ഒരു ചരിത്ര മുഹൂർത്തമാണ് അല്ലെങ്കിൽ നാഴികക്കല്ലാണ് ഈ നിമിഷമെന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം 100 വർഷം പൂർത്തിയാക്കിയ ബാങ്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിരലിൽ എണ്ണാവുന്ന ബാങ്കുകളിലേക്കാണ്. അർബൻ ബാങ്ക് ഹാളിൽ നടന്ന പ്രകാശന ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ AT അബ്ദുള്ളക്കോയ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് VS ഗോപകുമാർ, ഡയറക്ടർമാരായ K ദാമോദരൻ, CP സുലൈമാൻ, PR സുനിൽ സിംഗ്, K സീനത്ത്, PA വേലായുധൻ, KT സജിത, K സുഗന്ധി, C അശോകൻ, ജനറൽ മാനേജർ P രാഗേഷ്, സഹകരണ സംഘം അസിസ്റ്റന്റ് ഡയറക്ടർ V മുഹമ്മദ് നൌഷാദ് എന്നിവർ സംസാരിച്ചു. ഡയറക്ടർ T ദാസൻ സ്വാഗതവും PT ആസാദ് നന്ദിയും പറഞ്ഞു. ഞാറ്റുവേല സാംസ്കാരിക പ്രവർത്തക സംഘത്തിന്റെ വിപ്ലവ ദിനാചരണവും കലാജാഥ സമാപനവും കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നടന്നു. സാംസ്കാരിക സമ്മേളനത്തിൽ പ്രശസ്ത സാമൂഹിക പ്രവർത്തകർ പങ്കെടുത്തു. ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഞാറ്റുവേലയുടെ പ്രവർത്തകർ സമൂഹ ചിത്രരചന നടത്തി. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നടന്ന ചടങ്ങിൽ അജയൻ കാരാടി സമൂഹ ചിത്രരചന ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ വ്യവസ്ഥിതി, പശ്ചിമഘട്ട സംരക്ഷണ വിവാദം, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ആക്രമണം, ലൈംഗികാക്രമണങ്ങൾ, ആദിവാസി ദളിത് വിഭാഗങ്ങളോടുള്ള അവഗണന തുടങ്ങിയവയോടുള്ള പ്രതികരണമായിരുന്നു ചിത്രങ്ങളിൽ കണ്ടത്. 20 കലാകാരന്മാർ ചിത്രരചനയിൽ പങ്കാളികളായി. കൺവീനർ അരുൺ GM, P അംബിക, റഷീദ് കൊച്ചി എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് നടന്ന ഒക്ടോബർ വിപ്ലവ ദിനാചരണ സ്മരണയുടെ പ്രഭാഷണം NP സോമൻ നിർവഹിച്ചു. തുടർന്ന് നടന്ന സവർണ ഹിന്ദുത്വത്തിന്റെ സാംസ്കാരികാധിപത്യവും പ്രതിരോധവും എന്ന വിഷയം KS ഹരിഹരൻ അവതരിപ്പിച്ചു. ഗ്രോ വാസു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഷജിൽ P അധ്യക്ഷം വഹിച്ചു. KSRTC എംപാനൽ ജീവനക്കാരുടെ രണ്ടാമത് ജില്ലാ കൂട്ടായ്മയും സെമിനാറും കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. KSRTCയെ ജില്ലാ സെക്രട്ടറി CA പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. KSRTC തകർച്ചയും തൊഴിലാളികളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ എംപാനൽ കൂട്ടായ്മ പ്രസിഡന്റ് M ദിനേഷ് ബാബു വിഷയം അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ KSRTC ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, ന്യായമായ ശമ്പളം അനുവദിക്കുക, നിയമാനുസൃതമായ അവധി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എംപാനൽ ജീവനക്കാരുടെ കൂട്ടായ്മ നടന്നു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന KSRTC എംപാനൽ ജീവനക്കാരുടെ കൂട്ടായ്മ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ CITU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി CA പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിലെ പാവപ്പെട്ട 10,000-ഓളം ആളുകളുടെ ചോരയുടെയും വേർപ്പിന്റെയും ഫലമായി നിലനിർത്തി പോകണമെന്ന് ശഠിക്കുന്ന ഏതെങ്കിലും പ്രത്യയശാസ്ത്രം ഈ മേഖലയിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിലെ വക്താക്കൾ പുനരാലോചന നടത്തണം. ഒരു ഗവൺമെന്റ് ഫേമിനെ നിലനിർത്തി പോകാൻ ലോകം കണ്ട ഒരു പ്രത്യയശാസ്ത്രങ്ങൾ ഒരു പ്രൈവറ്റ് ഫേമിനെ പോലും നിലനിർത്തി പോകുന്നതിന് വേണ്ടി തൊഴിലാളിയുടെ വേർപ്പിന് ഫലം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് മുതലാളിത്തമാണെങ്കിലും കമ്മ്യൂണിസമാണെങ്കിലും ഇസ്ലാമിസമാണെങ്കിലും ക്രൈസ്തമാണെങ്കിലും ഈ ഇസങ്ങളൊന്നും തന്നെ ഒരു തൊഴിലാളിയുടെ വേർപ്പിന്റെ ഫലമായി ഒരു ഫേമിൽ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു ചരിത്രം ഉള്ള പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഒരു പൊതുമേഖലാ സംരംഭത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ 10,000-ഓളം ആളുകളുടെ ചോരയുടെയും വേർപ്പിന്റെയും ഫലമായി 6 കോടി മുക്കിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് M ദിനേശ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. PK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KP സജിത്ത്, V ശിവരാമൻ, ഇന്ദുകുമാർ, TS രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. റൈസിംഗ് കേരള ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സിബിഷന്റെ പന്തൽനാട്ട് കർമ്മം സ്വപ്നനഗരിയിലെ പ്രദീപ് കുമാർ MLA നിർവഹിച്ചു. നവംബർ 25, 26 തീയതികളിലാണ് എക്സിബിഷൻ നടക്കുന്നത്. 7 മേഖലകളിലെ 450 സ്റ്റാളുകളാണ് പ്രദർശനത്തിൽ അണിനിരക്കുക.
നവംബർ 25, 26 തീയതികളിൽ സ്വപ്നനഗരിൽ നടക്കുന്ന റൈസിംഗ് കേരള എക്സിബിഷൻ പവിലിയന്റെ പന്തൽ നാട്ടുകർമ്മം പ്രദീപ് കുമാർ MLA നിർവഹിച്ചു. കോഴിക്കോടിന് സ്ഥിരമായി എക്സിബിഷൻ സെന്റർ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ M. ഖാലിദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ V. നൌഷാദ്, സെക്രട്ടറി യോഗേഷ്, അലോക് കുമാർ സാബു, MA അബ്ദുൾ റഹ്മാൻ, മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. 24 വൈകിട്ടാണ് എക്സിബിഷന്റെ ഉദ്ഘാടനം. വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി, ധനമന്ത്രി KM മാണി, സാമൂഹികക്ഷേമ മന്ത്രി MK മുനീർ എന്നിവർ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും. എക്സിബിഷന്റെ മുന്നോടിയായി വ്യവസായ സെമിനാറുകൾ നടക്കും. ഹൈലൈറ്റ് മാളിൽ 15-ന് ബിൽഡിംഗ് മെറ്റീരിയലുകളെക്കുറിച്ചും 17-ന് IT മേഖലയെക്കുറിച്ചും 18-ന് ഫർണിച്ചർ വ്യവസായത്തെക്കുറിച്ചും സെമിനാറുകൾ നടക്കും. ഹൈസൺ ഹോട്ടലിൽ 19-ന് ഭക്ഷ്യ വ്യവസായത്തെക്കുറിച്ചും 20-ന് പ്ലാസ്റ്റിക് വ്യവസായത്തെക്കുറിച്ചും സെമിനാറുകൾ നടക്കും. 22-ന് പ്രദർശന നഗരിയിൽ മരവ്യവസായം, 23-ന് പോളിയൂറിത്തിൻ വ്യവസായം, 24-ന് ഫുഡ്വെയർ വ്യവസായം എന്നീ വിഷയങ്ങളിലാണ് സെമിനാർ സംഘടിപ്പിക്കുക. 7 മേഖലകളിലെ 450 സ്റ്റാളുകളാണ് പ്രദർശന നഗരിയിൽ അണിനിരക്കുക. രസവികൽപ്പത്തിന്റെ വേദിയിൽ ചടുലതയോടെയുള്ള നൃത്തച്ചുവടുകളുമായി ശ്വേത പ്രചണ്ഡ. ഭരതനാട്യത്തിൽ ശ്വേത അവതരിപ്പിച്ച പദവും തില്ലാനയും കാണികളിൽ വിസ്മയമുണർത്തി. 5 വയസ്സ് മുതൽ നൃത്തപഠനം തുടങ്ങിയ ശ്വേത നൃത്തവേദികളിൽ സജീവമാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ നൃത്തോത്സവമായ രസവികൽപ്പത്തിൽ ശ്വേത പ്രചണ്ഡ ഭരതനാട്യം അവതരിപ്പിച്ചു. മുരുക ഭഗവാനെ സ്തുതിച്ച് അലാരിപ്പാടി ശ്വേത വേദിയുണർത്തി. സ്വാതി തിരുനാൾ കൃതിയിൽ വർണ്ണം അവതരിപ്പിച്ചു. യാരു കാഹിലും ഭയമ എന്ന പദവും തുടർന്ന് ജാവലി ദേശരാഗത്തിൽ തില്ലാനയും അവതരിപ്പിച്ചു. വായ്പാട്ടിൽ KP നന്ദിനിയും, മൃദംഗത്തിൽ ശിവപ്രസാദും, വയലിനിൽ റിജേഷും, നാട്ടുവാങ്കത്തിൽ രാഗേഷും പിന്നണിയൊരുക്കി. വെള്ളിയാഴ്ച രസവികൽപ്പ വേദിയിൽ പ്രശസ്ത നർത്തകി രമാ വൈദ്യനാഥനാണ് നൃത്തം അവതരിപ്പിച്ചത്. ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ചിട്ടകളിൽ നിന്നും വ്യതിചലിക്കാതെ തനതായ രീതിയിൽ നൃത്തം അവതരിപ്പിച്ച രമാ വൈദ്യനാഥന്റെ നടനം കാണികളെ വിസ്മയിപ്പിച്ചു. 25 വർഷമായി ഇവർ നൃത്തലോകത്ത് സജീവമാണ്. പരിസ്ഥിതി പരിപാലനത്തിന് സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന ആലില പദ്ധതിയുടെ ഭാഗമായി കരുവന്തിരുത്തി സർവീസ് കോർപ്പറേറ്റീവ് ബാങ്ക് BMO UP സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ K. നാരായണൻ പരിസ്ഥിതി പരിപാലന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണവും ഉപഭോഗ തൽപരതയും പ്രകൃതിയിലേൽപ്പിക്കുന്ന ആഴത്തിലുള്ള ക്ഷതങ്ങളും മഹാദുരന്തങ്ങളായി മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് സഹകരണ വകുപ്പ് ആലില പദ്ധതി നടപ്പിലാക്കുന്നത്. കരുവന്തിരുത്തി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആലില പദ്ധതിയുടെ ഭാഗമായി കരുവന്തിരുത്തി BMO UP സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. കോഴിക്കോട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ K. നാരായണൻ പരിസ്ഥിതി പരിപാലന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ K. രാജഗോപാൽ വൃക്ഷത്തൈ നടീൽ കർമ്മം നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KM വിശ്വരാജ് പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ബാങ്ക് പ്രസിഡന്റ് KM ബഷീർ അധ്യക്ഷം വഹിച്ചു. മഹാത്മാഗാന്ധിയുടെ ഇസത്തോട് മോഡിക്ക് താല്പര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ബോധം എനിക്കില്ലാതാണ്. പക്ഷേ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വലിയൊരു വിഷനറിയുടെ വലിയൊരു കാഴ്ചപ്പാട്, ഭാവിയുടെ അപ്പുറത്തേക്ക്, ഭാവി എന്ന് പറയുന്നത് തന്നെ ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിന്റെ അപ്പുറത്തേക്ക് ലോകത്തെയും ജനങ്ങളെയും നോക്കിക്കാണാൻ കഴിഞ്ഞിട്ടുള്ള ആ മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ കാഴ്ചപ്പാടുകളാണ് ഇതൊക്കെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ കാഴ്ചപ്പാടാണ് ഈ വനവൽക്കരണം എന്ന് പറയുന്ന ഈ പദ്ധതി. മധു ഫറൂഖ്, പഞ്ചായത്ത് അംഗം ആസിയ CP, ഷീജ K, V. രവീന്ദ്രനാഥ്, AT കോയമൊയ്തീൻകുട്ടി മാസ്റ്റർ, KP സുബൈർ, കോയമ്മൻ ഫറൂഖ്, മുഹമ്മദ് കോയ AP, K. ഖാലിദ്, ഷമീം എന്നിവർ സംസാരിച്ചു. ജീവൻ രക്ഷാ മരുന്നുകളുടെ വില വർധനവിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം V. രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജീവൻ രക്ഷാ മരുന്നുകളുടെ വില വർധനവിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം V. രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ സാധാരണ പൗരന്മാർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഔഷധങ്ങൾ കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം നമ്മുടെ രാജ്യത്ത് വിവിധ ജനവിഭാഗങ്ങൾ ഉയർത്തുന്നതാണ്. ആ വിഭാഗങ്ങളോടൊപ്പം നിൽക്കാനും നമ്മുടെ കൂടി ആവശ്യമായ ഈ ആവശ്യം ഉയർത്തിപ്പിടിക്കാനും അതിനനുസരിച്ച്
ബഹുജനങ്ങളുടെ അഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കാനുമുള്ള പ്രക്ഷോഭ സമരങ്ങളിൽ KSSPU സജീവമായി പങ്കെടുക്കും. ജില്ലാ സെക്രട്ടറി ഇ ഗംഗാധരൻ നായർ, NK രാഘവൻ മാസ്റ്റർ, UR വിജയരാഘവൻ മാസ്റ്റർ, TP രാഘവൻ, P സുധാകരൻ എന്നിവർ സംസാരിച്ചു. RSSന്റെ അക്രമത്തിനെതിരെ ജില്ലയിലെ 15 ഏരിയ കേന്ദ്രങ്ങളിൽ CPM ബഹുജന ധർണ സംഘടിപ്പിച്ചു. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊഫീസൽ ബസ് സ്റ്റാൻഡിന് മുൻപിൽ നടത്തിയ ധർണ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. RSSന്റെയും BJPയുടെയും അക്രമ രാഷ്ട്രീയത്തിനെതിരെ വ്യാഴാഴ്ച ജില്ലയിലെ 15 ഏരിയ കേന്ദ്രങ്ങളിൽ CPM ബഹുജന ധർണ സംഘടിപ്പിച്ചു. BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടെ ന്യൂനപക്ഷങ്ങൾക്കും മതനിരപേക്ഷ ശക്തികൾക്കുമെതിരെ സംഘപരിവാർ സംഘടിത അക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ UDF സർക്കാരാകട്ടെ RSSന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് CPM വിരുദ്ധവേട്ടയ്ക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബഹുജന ധർണ നടത്തിയത്. കതിരൂർ മനോജ് വധക്കേസിൽ UAPA നിയമം ഉപയോഗിക്കുകയും കേസ് CBIക്ക് വിടുകയും ചെയ്ത സർക്കാർ കാസർഗോഡ് DYFI പ്രവർത്തകൻ മുരളി അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട കേസിൽ കണ്ണടച്ചതിൽ പ്രതിഷേധിച്ചാണ് ധർണ. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊഫീസൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടത്തിയ ധർണ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. VT സത്യൻ അധ്യക്ഷനായി. PD രാജൻ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി P ലക്ഷ്മണൻ സ്വാഗതവും KG അശോകൻ നന്ദിയും പറഞ്ഞു. കോഴിക്കോട് സൌത്ത് ഏരിയ കമ്മിറ്റി മാങ്കാവിൽ നടത്തിയ ധർണ ഏരിയ കമ്മിറ്റി അംഗം ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി കാനങ്ങോട് ഹരിദാസൻ അധ്യക്ഷനായി. കോയ മൊയ്തീൻ, K ബൈജു എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ വെസ്റ്റ് ഹിൽ ബസാറിൽ CITU ജില്ലാ സെക്രട്ടറി T ദാസൻ ഉദ്ഘാടനം ചെയ്തു. PT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. M രാധാകൃഷ്ണൻ, CP സുലൈമാൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി TV നിർമ്മലൻ സ്വാഗതം പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയും റോട്ടറി ക്ലബ്ബും സംയുക്തമായി ശസ്ത്രക്രിയ കൂടാതെ ജീവിതരീതി മാറ്റിക്കൊണ്ട് ഹൃദ്രോഗം ഭേദമാക്കിയ രോഗികളുടെ സംഗമവും ലോക ഹൃദയാരോഗ്യ ദിന സമാപനവും സംഘടിപ്പിക്കുന്നു. 500ഓളം രോഗികൾ സംഗമത്തിൽ പങ്കെടുക്കും. നവംബർ 9 മലബാർ പാലസിൽ നടക്കുന്ന പരിപാടി ധനനിയമവകുപ്പ് മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്യുമെന്ന് കേരള ഹാർട്ട് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ കുഞ്ഞാലി പറഞ്ഞു. കേരള അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഡിസംബർ 12, 13 തീയതികളിലായി കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലും മുതലക്കുളം മൈതാനിയിലുമായി നടക്കും. 12 തീയതി രാവിലെ 10 മണിക്ക് ധനനിയമവകുപ്പ് മന്ത്രി KM മാണി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്ന് ചെയർമാൻ എടത്തൊടി രാധാകൃഷ്ണൻ പറഞ്ഞു. അന്താരാഷ്ട്ര കേരള ചരിത്ര സമ്മേളനത്തിന്റെ 2ാം സെഷൻ നവംബർ 14, 15, 16 തീയതികളിൽ കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ നടക്കും. കേരള ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെയും ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൌൺസിലിന്റെയും പ്രൊവിഡൻസ് കോളേജ് മാനേജ്മെന്റിന്റെയും ധനസഹായത്തോടെയാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. നവംബർ 14 രാവിലെ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ 4ാം തലമുറയിൽപ്പെട്ട ഡോക്ടർ മാർഗരറ്റ് ഫ്രണ്ട്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും. നവംബർ 15 ഡൽഹി സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ഉപീന്ദർ സിംഗ് പ്രഭാഷണം നടത്തുമെന്ന് ഡോക്ടർ MGS നാരായണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് സഹകരണ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച 6 നില കെട്ടിടമായ അഡ്വക്കേറ്റ് PK കുഞ്ഞിരാമ പൊതുവാൾ സ്മാരക ബ്ലോക്ക് നവംബർ 9 വൈകിട്ട് 3:30 മണിക്ക് മന്ത്രി KM മാണി മലബാറിന് സമർപ്പിക്കും. ഇതോടൊപ്പം പുതിയ നഴ്സിംഗ് സ്കൂളും വിപുലീകരിച്ച ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗവും വിപുലീകരിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റും ബയോഗ്യാസ് പ്ലാന്റും പ്രവർത്തനം തുടങ്ങും. കേരള സ്റ്റേറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ 14ാം സംസ്ഥാന സമ്മേളനം നവംബർ 9 നടക്കും. കല്ലായി റോഡ് അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർകോഴ വിവാദത്തിൽ ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പറയാനുള്ളത് ബാർ ഉടമകൾ പറയട്ടെയെന്നും ഉമ്മൻചാണ്ടി. കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാവണമെന്ന് ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ. കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ കർഷകരുടെ കൂട്ടധർണ. ശ്രേഷ്ഠ ഭാഷാ വാരാചരണത്തിന് സമാപനം. സാഹിത്യരംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ രോഗവിമുക്ത പാദങ്ങൾ.